നമസ്കാരം. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കാര്യമായിരുന്നു മെസ്സി വരും, എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മെസ്സി വരില്ല എന്നുള്ള വാർത്തകളൊക്കെ ഊഹാപോഹങ്ങളൊക്കെ വന്നു. ഏറ്റവും ഒടുക്കം മെസ്സി വരും, ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ലെന്ന വാർത്ത തെറ്റാണെന്നും മന്ത്രി ആവർത്തിച്ചു. അർജന്റീന ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തിയ ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. ഇതാണ് കരാർ വ്യവസ്ഥ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. മെസ്സി വരുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് സർക്കാർ നിലവിൽ ശ്രദ്ധിക്കുന്നതെന്നും റിപ്പോർട്ടർ കമ്പനിയാണ് അർജന്റീന ടീമുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചിയും തിരുവനന്തപുരവുമാണ് നിലവിൽ മെസ്സി വരുന്ന പ്രദേശമായി അല്ലെങ്കിൽ സ്ഥലമായി പരിഗണിച്ചിട്ടുള്ളതെന്നും അതിൽ തിരുവനന്തപുരം സ്റ്റേഡിയത്തിന്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ടെന്നും കൊച്ചി GCDAയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പിച്ചു പറയുന്നത്. മെസ്സി വരും എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും സംയുക്തമായി ഷെഡ്യൂൾ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരത്തിന് പ്രഥമ പരിഗണന നൽകുന്നത് തിരുവനന്തപുരത്തിനാണെന്നും സ്റ്റേഡിയം ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് മന്ത്രി പറഞ്ഞത്. നേരത്തെ അർജന്റീന കേരള സന്ദർശനം ഒഴിവാക്കിയെന്ന വാർത്തകൾ വന്നിരുന്നു. മെസ്സിയുമായോ അർജന്റീന ടീമുമായോ സംസ്ഥാന സർക്കാർ ഇതുവരെ കരാർ ഒപ്പിട്ടിട്ടില്ല എന്നും മെസ്സി വരുമെന്ന വാർത്ത കേവലം കെട്ടിപ്പൊക്കിയ വാർത്തയാണെന്നും അതിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ലെന്നും മെസ്സി കേരളത്തിൽ എത്തുന്നില്ല എന്നും അടക്കമുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മന്ത്രി ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തിലേക്ക് വരാൻ ഏകദേശം $15 ദശലക്ഷം, ഏകദേശം 128 കോടി രൂപയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകേണ്ടി വരിക. അതിൽ $9 ദശലക്ഷം, ഏകദേശം 77 കോടി രൂപ അഡ്വാൻസായി നൽകേണ്ടതുണ്ട്. ഇതടയ്ക്കേണ്ട കാലാവധി കഴിഞ്ഞതോടെയാണ് അർജന്റീന ടീം എത്തില്ലെന്ന റിപ്പോർട്ട് വന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 24-നാണ് കരാർ ആയത്. 3 മാസമോ 45 ദിവസമോ ആയിരുന്നു അഡ്വാൻസ് തുക അടയ്ക്കേണ്ട കാലാവധി. കരാർ നിലനിൽക്കുന്നുണ്ടെന്നും തുകയടയ്ക്കാൻ വൈകിയാൽ പെനാൽറ്റി നൽകി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഉടൻ കേരളത്തിലെത്തുമെന്നും അതിനുശേഷം സംയുക്തമായി മത്സരം പ്രഖ്യാപിക്കുമെന്നുമാണ് ഏപ്രിൽ 24 നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് കരാർ ലംഘനത്തിന്റെ വിവരം പുറത്തുവരുന്നത്. കരാർ ലംഘനത്തിന്റെ പേരിൽ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നോട്ടീസും അയച്ചിരുന്നു. കരാർ അനുസരിച്ചുള്ള തുക മുൻകൂറായി നൽകാത്തതിനെ തുടർന്ന് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം അനിശ്ചിതത്വത്തിലായതോടെ ഏപ്രിലിൽ 2 തവണയായാണ് കായിക വകുപ്പ് നോട്ടീസ് നൽകിയത്. അതേസമയം മെസ്സിയുടെ കേരള സന്ദർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ പറയുന്നത്. മലപ്പുറംകാരുടെ ഫുട്ബോൾ ഭ്രാന്ത് എന്തായാലും മുതലെടുക്കുകയാണ് മെസ്സിയുടെ വരവോടുകൂടി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇടതുപക്ഷം ലക്ഷ്യമാക്കുന്നതെന്ന് നിരവധി ട്രോളുകളും വരുന്നുണ്ട്. ഈ ഓഫർ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാത്രമെന്ന പരിഹാസവുമുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ കഴിയുന്നവരെ മെസ്സി വരും, പിന്നെ വരില്ല, പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കുമ്പോൾ വരും, അത് കഴിഞ്ഞാൽ വരില്ല, പിന്നെ നിയമസഭാ ഇലക്ഷൻ വീണ്ടും വരും, അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. ഇങ്ങനെ എത്ര വരവ് വരും മെസ്സി കേരളത്തിൽ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ലീഗുകാർ ഇപ്പോൾ സമരം തുടങ്ങും, മെസ്സി ഈ സമയത്ത് എന്തിനാണ് വരുന്നതെന്നും ചോദിച്ച മെസ്സി വരാത്തതിനൊരു സർക്കാരിനെതിരെ സമരം ചെയ്ത ലോകത്തെ ആദ്യത്തെ പാർട്ടിയാണ് താനൂർ ലീഗ് എന്ന പരിഹാസവും സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തായാലും മെസ്സിയുടെ വരവ് ഉറപ്പിച്ചിരിക്കുകയാണ് കേരള കായിക മന്ത്രി അബ്ദുറഹ്മാൻ.